മഴതോരും മുൻപേ സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗാധരനും മാലതിയും മാറി മാറി വൈജയന്തിങ്ങനെ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നീ വെറുതെ ബാലചന്ദ്രനെ ഇങ്ങനെ ചൊറിയാൻ പോവരുത്, അവനെ കുറച്ച് ദിവസമെങ്കിലും റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവനെ അവന്റെ വഴിക്ക് വിട്ടേക്ക് എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ വൈജയന്തി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ സ്ഥാനം ഇവിടെ എന്താണ്? അവൾ ഏതായാലും ഒരു വേലക്കാരിയായ സ്ഥിതിക്ക് ബാലചന്ദ്രന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കേണ്ട കടമയൊക്കെ ഭാര്യക്കാണ്. അതിന് ഒരു വേലക്കാരിയെ വെച്ചിട്ട് അവളെ കൊണ്ടല്ല ഇതെല്ലാം ചെയ്യിപ്പിക്കേണ്ടത്. ഇതൊക്കെ നിർത്തിപ്പിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. അടിച്ചവിടെ കരണം പൊട്ടിച്ച് ഒരാഴ്ചക്കകം തന്നെ ഞാൻ അവിടെ നിന്നും അടിച്ചു പുറത്താക്കിയിരിക്കുമെന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയട്ടെ വൈജയന്തി. അന്നേരം ഗംഗാധരൻ അതിനെ തടഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, വൈജയന്തി നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. കുറച്ച് ദിവസത്തെങ്കിലും അയാളുടെ ഇഷ്ടത്തിന് വിട്, അയാളൊരു രോഗിയല്ലേ എന്നൊക്കെ പറയും. അന്നേരം വൈജയന്തിയുടെ തലയിലേക്ക് ഇതൊന്നും കയറുന്നില്ല എന്ന് മാത്രമല്ല വൈജയന്തി പറയുന്നത് വെറുതെ രോഗം അഭിനയിച്ച് കിടക്കുകയാണെന്നൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കട്ടെ ബാലചന്ദ്രൻ മുകളിൽ നിന്നും അലീനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള കോളിംഗ് ബെല്ലടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി പറഞ്ഞിട്ട്, കണ്ടോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതേ പിടിച്ചങ്ങ് നിൽക്കും. അപ്പോഴേക്കും അവൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലും. ഒരു ദിവസം ഒരു 100 തവണയെങ്കിലും അങ്ങോട്ടേക്ക് കയറി ചെല്ലും. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് വൈജയന്തി ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടോ. ആ സമയത്തും ഗംഗാധരൻ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ വൈജയന്തി, ബാലചന്ദ്രൻ അവിടെ തനിച്ചല്ലേ ഉള്ളൂ, ഇങ്ങനൊരു സംവിധാനമുള്ളത് നല്ലതല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞത്, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻ്റ് തന്നെ ഒരു റൂമിൽ, അതും ഒറ്റയ്ക്ക് മുകളിൽ താമസിക്കുക, അതിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ മാത്രമായിട്ട് അങ്ങോട്ടേക്ക് കയറി ചെല്ലുക. മക്കളോ ഭാര്യയോ ആരും തന്നെ അങ്ങോട്ടേക്ക് ചെല്ലരുത്, വേലക്കാരി മാത്രമേ അങ്ങോട്ടേക്ക് ചെല്ലാൻ പാടുള്ളൂ. ഇതൊക്കെ ശരിക്കും എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പൊട്ടിത്തെറിക്കാനേ. അന്നേരം ബെല്ലടിച്ച ശബ്ദം കേട്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ സാറ് ബെല്ലടിച്ചത് അങ്ങോട്ടേക്ക് ചെല്ലാനാണെന്ന് പറയുന്ന സമയത്തിന് ഗംഗാധരൻ പറയുന്നുണ്ട്, നീ പോയിട്ട് വായോ അറിയും. അങ്ങനെ അലീന മുകളിലേക്ക് കയറി ചെന്നതിന് ശേഷം കയ്യിലൊരു കപ്പും സോസറുമായിട്ടായിരിക്കും തിരികെ വരുന്നത്. വൈജയന്തിക്ക് അത് കാണുമ്പോൾ ദേഷ്യപരം, ഒരു കപ്പും സോസറും എടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, ഓരോരോ കാരണം കാണും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാൻ, ഇതൊന്നും എനിക്കൊന്നും മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ദേഷ്യം വന്നുകൊണ്ടതിന് വൈജയന്തി വീണ്ടും ഗംഗാധരനോട് പറഞ്ഞിട്ട്, ശരിക്കും എനിക്കെന്താണ് ഇവിടെ സ്ഥാനം? ഞാനങ്ങനെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, എനിക്കിവിടെ എൻ്റെ സ്ഥാനം എന്താണെന്ന് അറിയണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ ബാലചന്ദ്രൻ അടുത്ത ബെല്ലടിക്കുന്നത്. വൈജയന്തി പറഞ്ഞിട്ട്, കണ്ടില്ലേ, ഇതൊന്നും ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല, ഇപ്പം തന്നെ അവൾ മുകളിലേക്ക് ചെന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, പിന്നെ അയാൾ ബെല്ലടിക്കുന്നത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത് എന്നൊക്കെ പറയും. ഗംഗാധരൻ പറഞ്ഞിട്ട്, എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണും, നീ ഇതിങ്ങനെ വെറുതെ പ്രശ്നമാക്കരുത് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഞാൻ പ്രശ്നമാക്കും ഗംഗേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവാട്ടെ വൈജയന്തി. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട്, വൈജയന്തി അങ്ങോട്ടേക്ക് കയറി ചെല്ലരുത്, ബാലചന്ദ്രന് ഇഷ്ടമില്ലെങ്കിൽ നീ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയും. അന്നേരം ഞാൻ പ്രശ്നമുണ്ടാക്കും, ഇതേതായാലും ഇനി വെച്ച് പൊറിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ വൈജയന്തി മുകളിലേക്ക് കയറി പോകുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ സമാധാനത്തോടെ അവിടെ ഇങ്ങനെ കിടക്കുന്ന സമയത്തായിരിക്കട്ടെ വൈജയന്തി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. വൈജയന്തി അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് എന്താ ആവശ്യമെന്ന് ചോദിക്കും. അന്നേരം ഞാൻ അനീലയാണ് വിളിച്ചത് എന്ന് പറയുന്ന അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും അവളെ വിളിച്ചതൊരു ആവശ്യത്തിനാണല്ലോ, ആ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയും. അന്നേരം അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞോളാം, നീ തൽക്കാലം എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോന്ന് പറയട്ടെ ബാലചന്ദ്രൻ. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇത്ര കാലം നിങ്ങൾ അവളുടെ സഹായം കൊണ്ടാണോ ജീവിച്ചത്? നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവളാണോ ചെയ്തു തന്നുകൊണ്ടിരുന്നത്? അന്നേരം ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, ഏതായാലും നിന്റെ സഹായം കൊണ്ടല്ല, നീ അല്ല എന്ന് പറയും. അന്നേരം വൈജയന്തി വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്ത് സ്ഥാനം എന്താണ് ഇവിടെ? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ എവിടെ നിന്നും പോവണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അന്നേരം ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, നീ ആരാണെന്നും അലീന ആരാണെന്നും അതിനിടയ്ക്ക് എൻ്റെ സ്ഥാനം എന്താണെന്ന കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നീ ഇങ്ങോട്ടേക്ക് ചോദ്യങ്ങളൊന്നും ചോദിച്ചു വരേണ്ട കാര്യമില്ല, ചോദ്യങ്ങളൊക്കെ നിന്നോട് ചോദിക്കേണ്ടത് ഞാനാണ്. ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നീ അങ്ങ് പറഞ്ഞാൽ മാത്രം മതി. ഇപ്പം തൽക്കാലം നീ എൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവെന്ന് പറയും. വൈജയന്തി പറഞ്ഞിട്ട്, ഇല്ല, ഞാൻ എവിടെ നിന്നും ഇറങ്ങിപ്പോവില്ല, ഈ കാണിച്ചു കൂട്ടുന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ അറിഞ്ഞിട്ട് മാത്രമേ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശിയോട് അവിടെ തന്നെ നിൽക്കായിരിക്കും വൈജയന്തി. അന്നേരം ദേഷ്യം വന്നു കൊടുത്തിട്ട് ബാലചന്ദ്രൻ ആ ഒരു ബെല്ലിങ്ങനെ നെക്കി പിടിച്ചുകൊണ്ടേ ഇരിക്കട്ടോ. നിർത്താതെ ശബ്ദമുണ്ടാകുന്ന സമയത്തിന് വൈജയന്തിക്ക് ദേഷ്യം വരും. വൈജയന്തി പറഞ്ഞു, അടിക്ക്, നിങ്ങളെ നിർത്താതെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു കൂട്ട്, നാട്ടുകാരെയും ആരെന്ന് വെച്ചാൽ വിളിച്ചു, എന്നാലും ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുമായിരിക്കട്ടെ വൈജയന്തി. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് അലീന അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ മാലതിയും ഗംഗാധരനും പറയുന്നുണ്ട്, വൈജയന്തി അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട്, നീ അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ കയറി ചെല്ലിയെന്ന് പറയും. അലീന കയറി ചെല്ലുന്ന സമയത്തിന് ബാലചന്ദ്രൻ്റെ ശബ്ദം കേട്ടോണ്ടിരിക്കട്ടെ. ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടെ ആയിരിക്കും വൈജയന്തിയോട് പറയുന്നത്, മര്യാദക്ക് നീ എൻ്റെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ.
അന്നേരം ഞാൻ ഇറങ്ങിപ്പോവില്ല, നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുമായിരിക്കും വൈജയന്തി. അന്നേരം ബാലചന്ദ്രൻ്റെ ദേഷ്യം വന്നിട്ട് അവിടെ കിടക്കുന്ന സകല സാധനങ്ങളും വൈജയന്തിയുടെ നേർക്കെടുത്തെറിയാണ്. ഇതും കണ്ടുകൊണ്ട് തന്നെ അലീന അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ സാറേ, സാർ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് ഇവളോട് ഈ റൂമിൽ നിന്നും ഇറങ്ങിപ്പോവാൻ പറയാന്ന് പറയും. എന്നാൽ അലീനക്ക് അതങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. ഇതെന്താ മാഡം എന്നൊക്കെ സങ്കടത്തോട് ചോദിക്കുന്നുണ്ട് അലീന. ഈ ഒരു ശബ്ദമെല്ലാം കേട്ടുകൊടുത്തിട്ട് മക്കളെല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. മര്യാദക്ക് ഇവളോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറ, അല്ലെങ്കിൽ ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ബാലചന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിൽ കട്ടക്കലിപ്പിങ്ങനെ നിൽക്കുമായിരിക്കും. അപ്പോഴേക്കും കൃഷ്ണമോള് വന്ന് ചോദിക്കുന്നുണ്ട്, ഇതെന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഇപ്പോൾ അച്ഛനെ വയ്യാതിരിക്കല്ലേ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അച്ഛൻ ഇവിടെ ഇരിക്ക്, ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കല്ലേ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട് കൃഷ്ണമോള്. എന്നാലും വൈജയന്തി ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് ബബിത ഇങ്ങനെ അമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ട്, അമ്മയ്ക്ക് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഡോക്ടർ പറഞ്ഞു, മനുവേട്ടൻ പറഞ്ഞു, അതുപോലെ ഗംഗാധരൻ അങ്കിൾ പറഞ്ഞു, എല്ലാവരും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അച്ഛൻ ഇങ്ങനെ ശല്യം ചെയ്യാൻ പോവരുതെന്ന്. എന്നിട്ടും അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ബബിത ഇങ്ങനെ കയ്യും വലിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ ബബിത വൈജയന്തിയെ വലിച്ചങ്ങ് പുറത്തേക്കാക്കിയിട്ടുണ്ടാവും. അലീന ആണെങ്കിൽ അകത്ത് നിൽക്കുന്നുണ്ടാട്ടോ. വൈജയന്തിക്ക് ദേഷ്യം പിടിച്ച് നിൽക്കണം. ആ ഒരു ദേഷ്യം എവിടെയെങ്കിലും അങ്ങ് തീർക്കണമല്ലോ. അലീന ആണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കായിരിക്കും. എന്നിട്ട് അലീനോട് ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറയും. പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ അലീന ഇങ്ങനെ വൈജയന്തിയുടെ മുന്നിൽ വന്ന് നിൽക്കണ്. വൈജയന്തി കുറച്ചു നേരം ഇമ വെട്ടാതെ അലീനയെ തന്നെ ഇങ്ങനെ നോക്കും. എന്നിട്ട് വൈജയന്തി അലീനയുടെ കർണം തീർത്ത ഒറ്റ എന്നങ്ങ് പൊട്ടിക്കാണ്. അത് ശരിക്കും ബാലചന്ദ്രൻ്റെ നെഞ്ചത്തൊരടി കിട്ടിയതുപോലെ ആയിരിക്കും കേട്ടോ. വൈജയന്തി പറഞ്ഞിട്ട് ഇത്രയെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ വൈജയന്തി അല്ല എന്ന് പറയും. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങ് ചാടി എഴുന്നേൽക്കാൻ നോക്കുന്ന സമയത്തിന് കൃഷ്ണമോൾ അവിടെ പിടിച്ചിരുത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛൻ അവിടെ ഇരിക്കച്ചാ, അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ആകെ സ്റ്റക്കായതുപോലെ നിൽക്കട്ടെ. ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല തൻ്റെ സ്വന്തം പെറ്റമ്മ തന്നെ ഇങ്ങനെ അടിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആകെ സങ്കടത്തോടെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുമായിരിക്കും അലീന. എന്നാൽ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് രോഹിതിന് ഭയങ്കര സന്തോഷമായിരിക്കും. അവൾക്ക് അത് തന്നെ വേണമെന്ന രീതിയിലായിരിക്കും രോഹിത് നിശ്ചയിക്കുന്നത്. അലീനയെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്ന സമയത്തിന് ബാലചന്ദ്രൻ ആകെ സങ്കടമായിരിക്കട്ടോ. എന്നാൽ ഈ ഒരു സൗണ്ടെല്ലാം കേട്ടുകൊണ്ടതിനെ ഗംഗാധരനും മാലതിയും സ്റ്റെപ്പ് കയറിയിട്ട് പകുതിയോളം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. അലീന സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്ന സമയത്തിന് ബാലചന്ദ്രൻ വിളിക്കാണ്, മോളെ നീ ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അലീനയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കും. ബാലചന്ദ്രൻ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിന്നെ അടിച്ച അടി നിനക്കെല്ലാം അവൾ തന്നത് ശരിക്കും എനിക്കാണ്, സാരമില്ല, ഈ അച്ഛന് വേണ്ടിയിട്ടില്ലേ, മോളൊന്ന് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് അലീനക്ക് ആകെ സങ്കടാവാണ്. സങ്കടം സഹിക്കാൻ കഴിയാതെ അലീന പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്നും പോവാണ്. ദേഷ്യപ്പെട്ട് വൈജയന്തി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ മാലതി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ സംഭവിച്ചത്, എന്താ അവിടെ സൗണ്ടൊക്കെ എന്ന് ചോദിക്കും. അന്നേരം വൈജയന്തി ഒന്നും തന്നെ മിണ്ടുന്നില്ല. ബാലചന്ദ്രനും ആകെ വിഷമമായിരിക്കട്ടോ. കാരണം വൈജയന്തി അത്ര രീതിയിലല്ലേ അലീനയിട്ട് അടിച്ചത്. ബാലചന്ദ്രൻ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്തിന് കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ കിടക്ക്, ഞാൻ ഇതൊക്കെ അടുക്കി പെറുക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ അവിടെ കിടത്തും. ബാലചന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യവും സങ്കടം കൊണ്ട് തന്നെ മുഖമൊക്കെ അങ്ങനെ മുറുകി വലിഞ്ഞു നിൽക്കാന്. വൈജയന്തിയോട് ചോദിച്ചിട്ട് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ബബിത അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്തിന് ഗംഗാധരനും മാലതിയും ചോദിക്കും, എന്താ പ്രശ്നമെന്ന് ചോദിക്കും. അന്നേരം ബബിത പറയുന്നുണ്ട്, അമ്മ അച്ഛൻ്റെ മുറിയിലേക്ക് കയറുന്നതൊന്നും തന്നെ അച്ഛൻ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മയെ അവിടെ നിന്നും ഇറക്കി വിട്ടു. അതിൻ്റെ കലിപ്പിൽ അമ്മ അലീനയുടെ കരണം തീർത്തൊന്ന് കൊടുത്തു എന്നൊക്കെ പറയും. അത് കേൾക്കുന്ന സമയത്തിന് ഗംഗാധരനും മാലതിക്കൊക്കെ ആകെ വിഷമമായിരിക്കട്ടോ. അതിൻ്റെ പുറകെ തന്നെ ആയിരിക്കും അലീനയൊക്കെ ഇറങ്ങി വരുന്നത്. അലീനയെ കാണുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, അവൾ എന്തിനാ നിന്നെ തല്ലിയത് എന്ന് ചോദിക്കും. അന്നേരം അലീന ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ട് നിറ കണ്ണുകളോട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ട് അലീന ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അവിടെ പോയി നിൽക്കുമായിരിക്കും. പുറകെ തന്നെ കൃഷ്ണമോള് വരുന്നുണ്ടോ. കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് പറഞ്ഞിട്ട് അമ്മ അച്ഛൻ്റെ മുറിയിൽ കയറുന്നതൊന്നും അച്ഛൻ ഇഷ്ടമല്ല. ആ ഒരു ദേഷ്യത്തിൽ അമ്മ ഏതായാലും അലീനത്തി ചേച്ചിയുടെ കർണത്തിട്ട് അടിച്ചു എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അലീനയും വൈജയന്തിയും തമ്മിൽ എന്തെങ്കിലും സംസാരം നടന്നിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയൊന്നും നടന്നില്ല, അമ്മയുടെ ദേഷ്യം തീർത്തതാണ് അലീന ചേച്ചിയുടെ അടുത്ത് എന്ന് പറയും. അത് കേൾക്കുന്ന സമയത്തിന് ഗംഗാധരന് ഭയങ്കര അങ്ങ് ദേഷ്യം വന്ന് നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നതിന്, എന്താ വൈജയന്തി അവിടെ നടന്നത്, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞതാണ് അങ്ങോട്ടേക്ക് കയറി പോവരുതെന്ന്, അതിനിടയ്ക്ക് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ട്, ഞാൻ പോവും, ഇനിയും ഞാൻ പോവും, ഇതൊന്നും ഈ വീട്ടിൽ ഞാൻ അനുവദിച്ചു കൊടുക്കില്ല, എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം, അങ്ങനെ വേലക്കാരി ഏതായാലും ഈ വീട്ടിൽ അങ്ങനെ വലിയ ആളാവണ്ടെന്നും പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നതിന്, നിനക്ക് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ബാലചന്ദ്രൻ ഒരു രോഗിയാണ്, അയാളെ അയാളുടെ ഇഷ്ടത്തിന് വിട്, അയാൾ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ, നീ അതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ ഇടപെടാൻ നിൽക്കരുത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാണ്, ആ വീട്ടിൽ എവിടെ കയറണം കയറണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്,
അതിൻ്റെ ഉപദേശമായിട്ട് ഏതായാലും ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയും. അന്നേരം ഗംഗാധരൻ വീണ്ടും വൈജയന്തിയെ ഉപദേശിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് നീ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കണം. അയാളുടെ മനസ്സ് പിടിവിട്ടു പോയിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇനി നീയായിട്ട് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ചെന്നിട്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഗംഗാധരൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈജയന്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്തിന് വൈജയന്തി അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല ബാലചന്ദ്രൻ്റെ തെറ്റിദ്ധരിക്കാട്ടോ വൈജയന്തി പറഞ്ഞിട്ട് അതെ ഈ സമയത്ത് ചില കിളവന്മാർക്ക് ഇങ്ങനെയുള്ള സൂക്കേടുകളൊക്കെ ഉണ്ടാവും. അതേതായാലും ഞാനായിട്ട് അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ അനീനെ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വൈജയന്തി പറഞ്ഞിട്ട് പുളിങ്കൊമ്പ് കണ്ട ഏത് പെൺകുട്ടികളാണെങ്കിലും കയറി അങ്ങ് പിടിക്കും. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ബാലചന്ദ്രനെ സംശയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വൈജയന്തി പറഞ്ഞിട്ട് ഇപ്പം ഏതായാലും തൽക്കാലം സംശയമൊന്നുമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിയാൻ ഇനി അധിക സമയമൊന്നും വേണ്ട. എന്തായാലും ആ കാര്യം ഞാൻ ഈ വീട്ടിൽ അനുവദിച്ചു കൊടുക്കില്ല. അന്നേരം ഗംഗാധരൻ പറഞ്ഞിട്ട് വൈജയന്തി നീ ഞാൻ പറയുന്നതൊന്നും കേൾക്ക്. ഇപ്പോൾ ഈ അവസ്ഥയിലെങ്കിലും നീ അവരെ ഒന്ന് വെറുതെ വിട്. എല്ലാം കഴിഞ്ഞ് ബാലചന്ദ്രൻ ഒന്ന് റിക്കവറായിട്ട് വരട്ടെ. അതുവരെയെങ്കിലും നീ അവരോട് വെറുതെ വഴക്കിന് ചെല്ലരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കും. അന്നേരം വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ ബാലചന്ദ്രൻ്റെ ടെൻഷൻ മാത്രമാണോ നിങ്ങൾക്കൊക്കെ പ്രധാനം? എനിക്കും അതുപോലെ തന്നെ ടെൻഷനുണ്ട്, എനിക്കും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അതിന് നീ ഒരു രോഗിയാണോ? നീ മരുന്ന് കഴിക്കണ്ടോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിനക്കില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം നീ ഒന്ന് അടങ്ങ്. കുറച്ച് ദിവസത്തേക്കെങ്കിലും നീ ആ ബാലചന്ദ്രനെ ഒന്ന് വെറുതെ വിട്. നീ ഒന്ന് അടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം, നഷ്ടങ്ങൾ പിന്നീട് നിനക്ക് മാത്രമായിരിക്കും. ഗംഗാധരൻ കുറേ അധികം ഉപദേശിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വൈജയന്തി കേൾക്കുന്നില്ല കേട്ടോ. വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതെ എൻ്റെ ഭർത്താവിൻ്റെ മുറിയിലേക്ക് കയറാൻ എനിക്കൊരു അവകാശവും. ആ മുറിയിലേക്ക് എനിക്ക് പകരമായിട്ട് ഒരു വേലക്കാരിയെ പറഞ്ഞു വിട്ടിട്ട് അവരൊരു കുടുംബം ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. അതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കാൻ ഗംഗേട്ടനെ നാണമില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ വൈജയന്തി. ആ ഒരു ചോദ്യം കേൾക്കുന്ന സമയത്തിന് ഗംഗാധരൻ അങ്ങ് ദേഷ്യം വന്നു കൊടുത്തിട്ട് വൈജയന്തിയുടെ കാരണം ഇത്ര ഒറ്റ ഒന്നങ്ങ് പൊട്ടിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വൈജയന്തിനെ ഒരൊറ്റൊന്നങ്ങ് പൊട്ടിച്ചതിന് ശേഷം ഗംഗാധരൻ പറയുന്നത് അതെ നീ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോണം. അല്ലെങ്കിൽ പിന്നെ നിന്റെ ആഗ്രഹകഥകളൊക്കെ നിന്റെ മക്കൾ അറിഞ്ഞാൽ പിന്നെ നിന്റെ മക്കൾ തന്നെ നിന്നെ ആറ്റിൽ കൊണ്ടുപോയി തള്ളൂ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ മക്കൾ 3 പേരും ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കണ്ടോ അമ്മയുടെ രഹസ്യം എന്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട്. പോകുന്നതിന് മുൻപേ തന്നെ മാലതിയും ഗംഗാധരനും അലീനയോട് പറഞ്ഞിട്ട് വൈജയന്തിയുടെയും ബാലചന്ദ്രൻ്റെയും മൂത്ത മകളായിട്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും നിന്നെ കാണുന്നത്. അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ബാലചന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണമെന്നൊക്കെ അലീനയെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ഗംഗാധരനും മാലതിയും ഏതായാലും നാട്ടിലേക്ക് പോവാണ്. അതിനു മുൻപേ യാത്ര പറയാൻ വേണ്ടിയിട്ട് നേരെ ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ ഒരു റിവോൾവറുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവരെ കാണുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പിടി വിട്ട് നിൽക്കുകയാണേ. പൊട്ടിയ ഒരു ഹൃദയമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇനി എൻ്റെ പിടി വിട്ടു പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രനാകെ ഇങ്ങനെ ദേഷ്യത്തിൽ കട്ടക്കലിപ്പിലിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.